ജെയിനിയസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ആരും ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി ചെയ്യുക. അതുപോലെ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ റേസ് എന്ന പാഠമാണ്. നമുക്ക് നോക്കാം, ചാപ്റ്ററിലേക്ക് വരാം. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. ഇതിന് നമ്മൾ വരുന്ന പ്രധാന കഥാപാത്രം തരുണാണ്. തരുൺ ഒരു മീഡിയോക്കർ എന്ന് പറഞ്ഞൊരു സാധാരണ ശരാശരി വിദ്യാർത്ഥി എന്നർത്ഥം. ഒരുപാട് വലിയ പഠിപ്പമൊന്നും ഇല്ലാത്ത എന്നർത്ഥം. ഒരു മീഡിയം വിദ്യാർത്ഥിയായിരുന്നു അവൻ. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. ഹിസ് ഗ്രേഡ്സ്, അവൻ്റെ മാർക്കുകളൊക്കെ കുഡ് ബെയർലി എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് എന്നാണ് അർത്ഥം. സാറ്റിസ്ഫൈ ചെയ്യാൻ, തൃപ്തിപ്പെടുത്താൻ അവൻ്റെ പാരൻസിനെ കഷ്ടിച്ച് മാത്രമാണ് തൃപ്തിപ്പെടുത്തിയിരുന്നത്. അതായത് അച്ഛനും അമ്മയ്ക്കും വലിയ തൃപ്തിയൊന്നും ഇല്ലായിരുന്നു അവൻ്റെ മാർക്ക് കണ്ടിട്ട്. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. അതോടൊപ്പം ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഒരു നല്ല പാട്ടുകാരനല്ലായിരുന്നു. ഒരു ഡാൻസറും അല്ല. പെയിൻറ്റർ, ചിത്രകാരനും അല്ലായിരുന്നു. ഓർ ഈവൻ ആൻ ആക്ടർ, ഈവൻ എന്ന് പറഞ്ഞാൽ അതുപോലും ഒരു നടൻ പോലും അല്ല. അവന് വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസും കഴിവുകളൊന്നും ഇല്ലായിരുന്നു എന്നർത്ഥം. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. ഹി ഓൾവേസ് തോട്ട് ഓഫ്, ഓൾവേസ് എല്ലായ്പ്പോഴും നമുക്കറിയാം. അപ്പോൾ അവൻ എല്ലായ്പ്പോഴും ചിന്തിച്ചിരുന്നത് അവനെ തന്നെ ഹിംസെൽഫ്, അവനെ തന്നെ കരുതിയിരുന്നത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്നാണ്. ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിലും അർത്ഥമല്ല ഇവിടെ എടുക്കുന്നത്. കറുത്ത ആട് എന്ന അർത്ഥമല്ല വരുന്നത്. കുടുംബത്തിൻ്റെ ഏറ്റവും അപമാനമായ, ഒന്നിനും കൊള്ളാത്തത് ഉള്ളൊരർത്ഥം. അപ്പോൾ അവനെ തന്നെ കരുതിയത് കുടുംബത്തിലൊന്നും കൊള്ളാത്ത, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തയായിരുന്നു അവൻ എപ്പോഴും ഉണ്ടായിരുന്നത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഹിസ് എൽഡർ ബ്രദർ who was pursuing a degree in engineering from a reputed college always made the family proud. His elder brother, അവൻ്റെ മൂത്ത സഹോദരൻ, അതായത് അവനൊരു ചേട്ടൻ. അവൻ്റെ ബ്രദർ എന്ത് ചെയ്യായിരുന്നു? ഹു വാസ് പർസ്യൂയിങ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം ഫോളോ ചെയ്യുക, പിൻപറ്റുക എന്നാണ്. ഇവിടെ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. എൻജിനീയറിംഗ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവൻ്റെ ബ്രദർ. എവിടെ ബ്രദർ പഠിക്കുന്നത്? ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ ഒരു കോളേജിൽ നിന്നാണ് ഡിഗ്രി എടുക്കുന്നത്, എൻജിനീയറിംഗ് ഡിഗ്രി എടുക്കുന്നത് അവൻ്റെ ബ്രദർ. ആ ബ്രദറിനെയാണ് ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്, എപ്പോഴും കുടുംബത്തിന് പ്രൗഡായി കണക്കാക്കിയിരിക്കുന്നത്. ആ ബ്രദറിനാണ് പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം. ബ്രദറാണ് പ്രൗഡ്, അഭിമാനമായി കണക്കാക്കുന്നത്. പക്ഷെ അവനെ തന്നെ കണക്കാക്കുന്നത് നാണക്കേടായിട്ടാണ്, അപമാനമായിട്ടാണ്. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ തരുണിന് നെവർ ഗുഡ് അറ്റ് എനിത്തിങ്, അങ്ങനെയുള്ള ഒന്നും തന്നെ, ഒരു നല്ല ഒരു കാര്യം പോലും അവനില്ലായിരുന്നു. അഭിമാനിക്കാൻ തക്കത്തിലുള്ള ഒരു കാര്യം പോലും അവനില്ലായിരുന്നു എന്നർത്ഥം. However, he was blessed with the strength of a great athlete. എന്നിരുന്നാലും he was blessed, അവൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു, അവന് ഒരു കഴിവുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. എന്ത് കഴിവാണ് ഉണ്ടായിരുന്നത്? വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്, അവന് ഒരു നല്ല കരുത്തുണ്ടായിരുന്നു. അതായത് ഒരു അത്ലറ്റിൻ്റെ, ഒരു കായിക താരത്തിൻ്റെ കഴിവ്, ഒരു കരുത്ത് അവനുണ്ടായിരുന്നു. ഒരു മികച്ച അത്ലറ്റ് ആയിരുന്നു അവൻ. ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ. എന്ത് അത്ലറ്റായിരുന്നു അവൻ? അവനൊരു എക്സലൻറ്റ്, മികച്ച റണ്ണർ, ഓട്ടക്കാരനായിരുന്നു, മികച്ച ഓട്ടക്കാരൻ. എന്താണ് പ്രത്യേകത? അവൻ എങ്ങനെയൊക്കെ ഓടും? ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, ബീറ്റ് ഡേ ഓർ നൈറ്റ്. ഹി വുഡ് റൺ, അവൻ ഓടുമായിരുന്നു. ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം ഓടുമായിരുന്നു. അതെപ്പോഴൊക്കെ ഓടും? ഡേ ഓർ നൈറ്റ്, പകലോ അല്ലെങ്കിൽ രാത്രിയോ. രാത്രി എന്നില്ല, പകലെന്നില്ല, അവന് ഓടണമെന്ന് തോന്നുമ്പോൾ അവൻ ഓടുമായിരുന്നു. എക്സലൻറ്റ് റണ്ണറായിരുന്നു. എപ്പോഴാണ് അവന് ഓടുക എന്നറിയാമോ? വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി. വെനെവർ, എപ്പോഴാണോ, ഹി ഫെൽറ്റ് സാഡ്, തോന്നിയത്, അവൻ എപ്പോഴാണോ സാഡ് ആൻഡ് ലോൺലി, സാഡ് ദുഃഖം, സങ്കടവും അതുപോലെ ലോൺലി ഏകാന്തത, ഒറ്റപ്പെടലൊക്കെ എപ്പോഴൊക്കെയാണോ അവൻ അനുഭവപ്പെടുന്നത്, അപ്പോഴൊക്കെ ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, അവൻ ഓടും. പക്ഷെ ഓടിയിട്ട് എന്ത് ചെയ്യപ്പെടും? ഹി എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവൻ ആകെപ്പാടെ ടയേർഡ് എന്നർത്ഥം, ക്ഷീണിക്കും. സ്വയം ക്ഷീണിച്ച് എന്ന് വെച്ചാൽ ക്ഷീണിതനാകുന്ന വരെ ഓടിക്കൊണ്ടിരിക്കും.
ദസ് അങ്ങനെയാണ് റിലീസിങ് ഓൾ ഹിസ് പെൻഡ് അപ്പ് ഇമോഷൻസ്. അങ്ങനെ ക്ഷീണിതനായ സമയത്താണ് അവൻ റിലീസായിപ്പെടുക. റിലീസ് എന്ന് പറഞ്ഞാൽ മോചിതനാവുക, മുക്തി നേടുക. അവൻ്റെ എല്ലാ പെൻഡ് അപ്പ് ഇമോഷൻ പറഞ്ഞാൽ അതുവരെ അവൻ്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന, ഉള്ളിൽ സപ്രസ് ചെയ്തിരിക്കുന്നതാണ് പെൻഡപ്പ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ അമർച്ച ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വികാരങ്ങളും റിലീസ് ചെയ്യപ്പെടും ഓടിക്കഴിഞ്ഞ്, തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ. അതിൻ്റെ ഓട്ടം പൂർത്തിയാക്കിയാൽ അവനെല്ലാം ഇതായി, ഓക്കെ ആയി. At times he would miss his school bus and would then run to the school which was 5 miles away from his home. At times ചില സമയങ്ങളിൽ, സംടൈംസ് എന്നർത്ഥം, ചില സമയങ്ങളിൽ he would miss അവന് നഷ്ടപ്പെടുമായിരുന്നു അവന് സ്കൂൾ ബസ് നഷ്ടപ്പെടും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? he would then run, അവൻ ഓടും ടു ദ സ്കൂളിലേക്ക് അവൻ ഓടിയാ പോവുക. സ്കൂൾ ബസ് മിസ്സാകുന്ന ദിവസം അവൻ സ്കൂളിലേക്ക് ഓടി പോവുക. സ്കൂൾ എത്ര ദൂരെ അകലെയാണെന്നറിയാമോ? വിച്ച് വാസ് 5 miles away ഫ്രം ഹിസ് ഹോം. വിച്ച് വാസ് 5 miles, 5 മൈൽ ദൂരമുണ്ടായിരുന്നു. പഴയ അളവാണ്, ഡിസ്റ്റൻസിൻ്റെ പഴയ അളവാണ് മൈൽസ് എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോഴത്തെ നമ്മുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ 5 മൈൽ ദൂരത്തിൽ അകലെയാണ്. എവിടെ നിന്ന്? എവേ ഫ്രം ഹിസ് ഹോം, അവൻ്റെ വീട്ടിൽ നിന്ന് 5 മൈൽ ദൂരെയുള്ള സ്കൂളിലേക്ക് അവൻ ഓടിപ്പോകും. ചിലപ്പോൾ സ്കൂൾ ബസ്സിൻ്റെ മുന്നേ എത്തുമായിരിക്കും. അങ്ങനെയൊക്കെ നല്ല മികച്ച ഓട്ടക്കാരനായിരുന്നു. ഇങ്ങനെയുള്ള ഇവന് ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം. അവന് ജസ്റ്റ് ഹാഡ് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. വൺ ഡ്രീം, ഒരേ ഒരു സ്വപ്നം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒറ്റ ഡ്രീമേ ഉള്ളൂ. എന്തായിരുന്നു അവൻ്റെ ഡ്രീം? ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ടു ബിക്കം ആയിത്തീരുക. ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവുക. ഇൻ ദ വേൾഡ്, ഉസൈൻ ബോൾട്ടിനെ പോലെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വേഗതയുള്ളൊരു ഓട്ടക്കാരനാവുക എന്നായിരുന്നു അവൻ്റെ ഒരേ ഒരു ഡ്രീം, അംബീഷൻ. പക്ഷേ തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. തരുൺ ഡിഡ് നോട്ട് നോ, അവൻ അറിയില്ലായിരുന്നു. അവൻ അറിയില്ലായിരുന്നു ഹൗ, എങ്ങനെയാണ്, ടു അച്ചീവ്, നേടുക എന്നറിയില്ലായിരുന്നു. എന്ത് നേടുക? ഹിസ് ഡ്രീം, അവൻ്റെ സ്വപ്നം എങ്ങനെ നേടണമെന്ന് അവൻ അറിയില്ല. അതിന് 2 തടസ്സങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. ഒന്ന് എന്തായിരുന്നു? ഓൺ വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. ഓൺ വൺ ഹാൻഡ്, ഒരു തരത്തിൽ പറഞ്ഞാൽ, എന്നാൽ ഒരു വശത്ത് എന്നർത്ഥം, ഓൺ വൺ സൈഡ് എന്നർത്ഥം. ഒരു വശത്ത് ഹിസ് പാരൻസ്, അവൻ്റെ അച്ഛനും അമ്മയും, മാതാപിതാക്കൾ, ഹേറ്റഡ്, ആകപ്പാടെ വെറുപ്പായിരുന്നു. പാരൻസിനാണെങ്കിൽ കട്ട വെറുപ്പാണ്. എന്തിനോട് വെറുപ്പ്? ഹിസ് റണ്ണിങ്, അവൻ്റെ ഓട്ടത്തോട് ഭയങ്കര വെറുപ്പാണ്. കാരണമുണ്ടതിന്. ആൻഡ് വാണ്ടഡ്, അവരാഗ്രഹിച്ചത് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. ഏതൊരു പാരൻസിനെയും പോലെ ഈ അച്ഛനും അമ്മയും ആഗ്രഹിച്ചത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈവൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന. എന്തിൽ? പഠന കാര്യങ്ങളിൽ. അവൻ്റെ തന്നെ സ്റ്റഡീസ്, പഠന കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചു. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇവൻ ഓടുന്നത്. അതാണെങ്കിലോ ഈ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വിച്ച് ഹി നെവർ ഡിഡ്, അവനത് ഒരിക്കലും ചെയ്തിട്ടുമില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് അവനത് പഠിത്തത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി മറ്റൊരു കാര്യം, തടസ്സമുണ്ടായിരുന്നു. ഓൺ ദ അതർ ഹാൻഡ്, അതായത് മറുവശത്ത്, ഹി ബിലോങ്ഡ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. ഹി ബിലോങ്ഡ് ടു എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ നിന്നുള്ളത് എന്നർത്ഥം കേട്ടോ. ഒരു ഇടത്തരം കുടുംബത്തിൽ, മിഡിൽ ക്ലാസ് ഫാമിലി, ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരംഗമായിരുന്നു. അപ്പോൾ ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇവനൊരു കാര്യം കൂടി അറിയാം. ചെറിയ കുട്ടിയാണെങ്കിലും തരുൺ ന്യൂ ദാറ്റ്, തരുണിന് അറിയാമായിരുന്നു. ടു അച്ചീവ് ഹിസ് ഡ്രീം, അവൻ്റെ സ്വപ്നം നേടാൻ വേണ്ടി ഹി നീഡഡ്, അവന് ആവശ്യമുണ്ടെന്ന് അവനറിയാം. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം. എന്താവശ്യമുണ്ട്? ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. ഇൻറ്റൻസീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തീവ്ര പരിശീലനം, മികച്ച പരിശീലനം. തീവ്ര പരിശീലനം 1-2 ദിവസം പരിശീലനത്തിന് പോയാൽ പോരാ. അപ്പോൾ തീവ്ര പരിശീലനം വേണം. ഈ പരിശീലനം കിട്ടാൻ എന്തും വേണം? ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. എമൗണ്ട്, അതിന് കുറച്ച് തുക വേണം. ആ തുകയാണെങ്കിലോ, കുറച്ച് ക്യാഷ് ഇല്ലാതെ ഒന്നും ആരും ട്രെയിൻ ചെയ്യത്തില്ലല്ലോ. ഫോർ വിച്ച്, ഇതിന് എമൗണ്ട് ആണെങ്കിൽ വാസ് വെൽ ബിയോണ്ട് എന്ന് പറഞ്ഞാൽ പരിധിക്കപ്പുറത്തേക്കുള്ളത്. എന്തിൻ്റെ പരിധിക്ക്? ഹിസ് ഫാമിലീസ് റീച്ച്, അവൻ്റെ കുടുംബത്തിന് എത്താവുന്നതിലപ്പുറം എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയെ കൊണ്ടൊന്നും
കൂട്ടിയാൽ കൂടത്തില്ല. അത്രമാത്രം പരിധിക്കപ്പുറത്തേക്കുള്ള എമൗണ്ട് വേണ്ടി വരും ട്രെയിനിങ് കിട്ടണമെങ്കിൽ. അതും ഇവൻ അറിയാമായിരുന്നു. ഇപ്പോൾ 2 തടസ്സങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട്. ഈ സമയത്ത് ഒരു കാര്യം കൂടി സംഭവിച്ചു. വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടേമിനൽ എക്സാമിനേഷൻസ്, തരുൺ ഫെയിൽഡ്, തോറ്റുപോയപ്പോൾ, അവൻ്റെ ഫസ്റ്റ് ടേം എക്സാം, ആദ്യത്തെ പരീക്ഷയ്ക്ക്, പാദവാർഷിക പരീക്ഷയ്ക്ക് ആയ സമയത്ത് ഫസ്റ്റ് ടേം എക്സാമിനാണ് തോറ്റുപോയി. അവൻ തോറ്റപ്പോൾ ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം, അവൻ്റെ അച്ഛൻ അവനോട് വളരെ ആംഗ്രി, ദേഷ്യം തോന്നി. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം, അച്ഛന് ദേഷ്യവും തോന്നി. അതോടൊപ്പം ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം, അവനെ ടു മെയ്ഡ് ഫൺ ഓഫ് എന്ന് പറഞ്ഞാൽ കളിയാക്കുക എന്നർത്ഥം, പരിഹസിച്ചു, അവനെ ഇൻസൾട്ട് ചെയ്തു. നിനക്ക് മാർക്ക് കുറവല്ലടാ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. അങ്ങനെ കളിയാക്കിയ ദിവസം, ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു ഇറേസ് ഫ്രം ഹിസ് ലൈഫ് ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. ഇറ്റ് വാസ് എ ഡേ, അതൊരു ദിവസമായിരുന്നു. ഒരു വശത്ത് അച്ഛൻ്റെ വക ദേഷ്യവും വഴക്കുമൊക്കെ, മറുവശത്ത് ഫ്രണ്ട്സിൻ്റെ വക കളിയാക്കൽ. അത് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ ഹി വാണ്ടഡ് ടു ഇറേസ്, അവൻ ആഗ്രഹിച്ച ദിവസം. വാണ്ടഡ്, ആഗ്രഹിച്ചു. എന്തിനാഗ്രഹിച്ചതായിരുന്നു? ടു ഇറേസ്, മായ്ച്ചു കളയാൻ ആഗ്രഹിച്ച ദിവസമായിരുന്നു. എന്തിൽ നിന്ന്? ഫ്രം ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ആഗ്രഹിച്ച ദിവസം. ഇങ്ങനത്തെ ദിവസമേ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? സാധാരണ പോലെ തന്നെ സോ ഹി ടുക്ക് ടു റണ്ണിങ്, അവൻ ഓടാൻ തീരുമാനിച്ചു. അങ്ങനെ അതുകൊണ്ട് അവൻ ചുറ്റും ഓടി. പോവുകയാണ് കേട്ടോ. ഇവൻ എവിടെയാണ് ഓടിയത്? അവൻ ഓടാൻ തീരുമാനിക്കുകയാണ്. ഹി റാൻ ഓൾ എറൗണ്ട് ദ പാർക്ക്. ഹി റാൻ, അവൻ ഓടി. ഓൾ എറൗണ്ട്, ചുറ്റും ഓടി. ദ പാർക്ക്, പാർക്കിന് ചുറ്റും അവൻ ഓടി. പാർക്കിന് ചുറ്റും ഓടിയത് രാവിലെ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചിരുന്നു? ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. സൺ, സൂര്യനാണെങ്കിൽ ബീറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശക്തമായി പ്രഹരിക്കുക എന്നാണ്. പക്ഷേ ഇവിടെ കടുത്ത സൂര്യൻ്റെ ചൂട് കുത്തനെ ഉണ്ട് എന്നർത്ഥം. ആ ചൂട് വന്നിട്ട് ടു ചെക്ക്, സൂര്യൻ ചെക്ക് ചെയ്യാണ്, പരിശോധിക്കുകയാണ്. ഹിസ് റേജ്, അവൻ്റെ ദേഷ്യം പരിശോധിക്കുകയാണ്. റേജ് എന്ന് പറഞ്ഞാൽ ആങ്കറാണ്, ദേഷ്യം. പക്ഷേ അന്ന് പറഞ്ഞാൽ സൂര്യൻ അത്രയും കഠിനമായിട്ട് ചൂടുണ്ടായിരുന്നു എന്നർത്ഥം. ആ വെയിലത്തായി ഇവൻ ഓടുന്നേ. പക്ഷേ ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. നത്തിങ് കുഡ്, ഒന്നിനും കഴിഞ്ഞില്ല. തരുണിനെ സ്റ്റോപ്പ് ചെയ്യാൻ, നിർത്താൻ ഒന്നിനും കഴിഞ്ഞില്ല. അതിനർത്ഥം തരുൺ ഓടിക്കൊണ്ടേയിരുന്നു. After about an hour, he was fully exhausted and his fury having subsided, he threw himself on a bench and started to pant. After about an hour, ഒരു മണിക്കൂറിന് ശേഷം, ഏകദേശം ഒരു മണിക്കൂറോളം അവൻ ഓടി. ഒരു മണിക്കൂറിന് ശേഷം he was fully exhausted, അവൻ പൂർണ്ണമായും, എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനാവുക, അവൻ ആകെപ്പാടെ ക്ഷീണിതനായി. അപ്പോഴേക്കും അവൻ എന്ത് സംഭവിച്ചിരുന്നു? ആൻഡ് ഹിസ് ഫ്യൂരി ഹാവിങ് സബ്സീഡഡ്. ഫ്യൂരി, ദേഷ്യം. അവൻ്റെ ദേഷ്യം ആങ്കറാണ്, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച റേജിനാണ് ഇവിടെ ഫ്യൂരി. അവൻ്റെ ദേഷ്യം അല്പം ഒന്ന് സബ്സീഡ് ചെയ്തു, എന്ന് വെച്ചാൽ ഒന്ന് കുറഞ്ഞു, ഒന്ന് ശമിച്ച ശേഷം ഇവൻ എന്ത് ചെയ്തു? ഹി ത്രൂ ഹിംസെൽഫ്. ത്രൂ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ്. ഇവൻ ഓടി വന്ന് ഇരുന്നു എന്നർത്ഥേ ഉള്ളൂ. ത്രൂ ഹിംസെൽഫ്, അവൻ സ്വയം വന്നിരുന്നു. എവിടെ? ഓൺ എ ബെഞ്ച്, പാർക്കിലുള്ളൊരു ബെഞ്ചിൽ വന്നിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ടു പാൻറ്റ്. പാൻറ്റ് എന്ന് പറഞ്ഞാൽ ദീർഘനിശ്വാസം എടുക്കുക, ഒരു നെടുവീർപ്പെടുത്തു. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിരുന്നു, ബെഞ്ചിലേക്ക് ഇരുന്നു. പെട്ടെന്ന് സഡൻലി ഹി ഹിയർഡ് എ വോയിസ്. പെട്ടെന്നാണ് ഹി ഹിയർഡ് എ വോയിസ്, ഒരു ശബ്ദം അവൻ കേട്ടത്. എന്താ കേട്ടത്? വാട്ട് ഈസ് ഇറ്റ് സൺ? എന്താണ് മോനെ? ഇതാരോ ചോദിക്കുകയാണ് ഇവനോട്, അതെന്താ മോനെ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റിയ മകനെ എന്ന് ഒരാളോട് ചോദിക്കുകയാണ്. ഇതാരാ ചോദിക്കുന്നത്? തരുൺ ലുക്ക് ടു ഹിസ് ലെഫ്റ്റ്. തരുൺ നോക്കി, അവൻ്റെ ഇടതുവശത്തേക്ക് അവൻ നോക്കി. അപ്പോൾ ഇടതുവശത്തു നിന്നാണ് അവന് വോയിസ് കിട്ടിയത്. ദർ, അവിടെ, അവൻ്റെ ഇടതുവശത്തായിട്ട് സാറ്റ് എ മാൻ. സാറ്റ്, ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓഫ് എബൌട്ട് 60, ഏകദേശം 60 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഒരാളിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, ആരാണെന്താണെന്നൊന്നും ഇവന് വലിയ അറിയത്തില്ല. പക്ഷെ അവൻ പറഞ്ഞു,
ചോദിച്ചതിന് മറുപടി പറയണമല്ലോ. ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്. ഞാൻ തോറ്റുപോയി, 2 വിഷയങ്ങൾക്ക് ഞാൻ പരീക്ഷയെ തോറ്റുപോയി. തരുൺ റിപ്ലൈഡ്. തരുൺ മറുപടി പറഞ്ഞു. മറുപടി പറയുന്നത് ഏത് ട്യൂണിലാ? ഇൻ എ ഡിപ്രസിങ് ട്യൂൺ. ആകപ്പാടെ ഡിപ്രസ് എന്ന് പറഞ്ഞാൽ വിഷാദം, ആകപ്പാടെ വിഷമിച്ചൊരവസ്ഥ എന്നർത്ഥം കേട്ടോ. ഡിപ്രഷൻ, ആകപ്പാടെ വിഷാദത്തിൻ്റെ ട്യൂണിലാട്ടോ അവൻ പറയുന്നത്. മറുപടി പറഞ്ഞു. ഇത് കേട്ട മനുഷ്യൻ എന്ത് ചെയ്തു? ദ മാൻ സ്മൈൽഡ് സിംപതറ്റിക്കലി ആൻഡ് സെഡ്. ആ മനുഷ്യൻ സ്മൈൽഡ് പുഞ്ചിരിച്ചു. എങ്ങനെ? സിംപതറ്റിക്കലി എന്ന് പറഞ്ഞ സഹതാപത്തോടെ, അല്പം ദയോടെ, അനുകമ്പയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആൻസേർഡ് എന്നിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ബോയ്. ലൈഫ് ഈസ്, ജീവിതം എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്, പൂർണ്ണമായും അത് മുഴുവനായും കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളതാണ്. അതായത് ഇവിടെ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉദ്ദേശിക്കുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ വിജയങ്ങളോ തോൽവികളോ ഉണ്ടാകുന്നതാണ് എന്ന് പോയി, അതുകൊണ്ട് പേടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബൈ ദ വേ, ഇനി പരിചയപ്പെടാൻ പോവുക. ഐ ആം രാം നാരായണൻ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. പരിചയപ്പെടുത്തി. എങ്ങനെ വന്നാലും ഐ ആം രാം നാരായണൻ, ഞാൻ രാം നാരായണനാണ്. അതോടൊപ്പം യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. രാംനാരായണൻ പറയുകയാണ്, നീയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ്, ഏറ്റവും മികച്ച ഓട്ടക്കാരൻ. ഐ ഹാവ് എവർ സീൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച്. ഐ ഹാവ് എവർ സീൻ പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓട്ടക്കാരിൽ ഒരാൾ നീയാണ്. ഈ പേര് കേട്ടപ്പോൾ ഇവനൊരു സംശയം. രാം നാരായണൻ, റാം നാരായൺ, ആർ യു ദ സെയിം രാം നാരായൺ ഹു won an Olympic medal in the 400 meter race in the 1960s? ഇവരൊരു സംശയം തോന്നി. അപ്പോൾ ചോദിക്കുകയാണ്, രാം നാരായണൻ നിങ്ങളാണോ? ആർ യു ദ സെയിം രാം നാരായണൻ, നിങ്ങൾ അതേ നാരായണൻ തന്നെയാണോ? ഹു വൺ എന്ന് പറഞ്ഞാൽ വിജയിച്ചത്, ജയിച്ച ആള്, ഒളിമ്പിക് മെഡൽ നേടി വിജയിച്ച ആളാണോ നിങ്ങൾ? ഏത് കാലഘട്ടത്ത്? ഇൻ ദ 400 മീറ്റർ റേസ്, 400 മീറ്റർ ഓട്ട മത്സരത്തിൽ 1960s, 1960കളിൽ എന്നർത്ഥം കേട്ടോ. ഏതിൽ എക്സാക്ട് ഇയർ അല്ല അത്. 1960 തൊട്ടിട്ട് 69 വരെയുള്ള കാലഘട്ടമാണ് 1960s എന്നറിയപ്പെടുക. അപ്പോൾ 1960കളിൽ 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ നേടി വിജയിച്ച അതേ രാംനാരായണനാണോ ഇതെന്ന് ചോദിച്ചു. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. തരുൺ കുഡ് നോട്ട്, അവന് കഴിഞ്ഞില്ല ഹൈഡ് ചെയ്യാൻ, ഒളിപ്പിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അവൻ്റെ ആവേശം ഒളിക്കാൻ കഴിഞ്ഞില്ല. അവൻ അമിതമായ എക്സൈറ്റ്മെൻ്റായി, ആവേശമായി. അപ്പോൾ ഇത് കേട്ട രാം നാരായണൻ പറയുക, യെസ്, അതെ. പാറ്റ് കെയിം ദ റിപ്ലൈ. പാറ്റ് എന്ന് പറഞ്ഞാൽ മെല്ലെ സ്നേഹപൂർവ്വം ഒന്ന് തോളത്ത് തട്ടുക, മെല്ലെ തട്ടുന്നതാണ് പാറ്റ്. അതായിരുന്നു വന്ന മറുപടി. അതെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ ഒന്ന് തരുണിനെ തട്ടി. തരുൺ വാസ് ഡാസിൽഡ്, അത്ഭുതപ്പെട്ടു. അവൻ ആകപ്പാടെ ഒരു അമ്പരപ്പായിരുന്നു, എല്ലാം കൊണ്ടൊരു അമ്പരപ്പ്. സൺ, എന്നിട്ട് രാം നാരായണൻ പറഞ്ഞു തരുണിനോട്, സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes, കണ്ടിന്യൂഡ് രാം നാരായണൻ. സൺ, മോനെ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു, ഞാൻ നിന്നെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. ഫോർ ദ പാസ്റ്റ് 45 minutes, കഴിഞ്ഞ 45 minutes ആയിട്ട്, 3/4 മണിക്കൂറായിട്ട് നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂഡ്, തുടർന്നു. എന്നിട്ട് രാംനാരായണൻ തുടർന്ന് പറഞ്ഞു, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ, ഞാൻ ഒരു നല്ല ഭാവി നിന്നിൽ കാണുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് ഒരു നല്ല ഭാവി, നിനക്കൊരു നല്ല ഭാവി ഉള്ളതായി കാണുന്നുണ്ട് എന്ന്. ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കമൻറ്റ് മറ്റൊരാളിൽ നിന്ന് തരുണിന് കിട്ടുന്നത്. അതുകൊണ്ട് തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. അവന് മറ്റൊന്നിനും കഴിഞ്ഞില്ല എന്നർത്ഥം. ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് മിഴിച്ചിരിക്കാനല്ലാതെ, അമ്പരന്നിരിക്കാനല്ലാതെ വേറൊന്നിനും അവന് കഴിഞ്ഞില്ല. ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥമല്ല കേട്ടോ. അതായത് ഒന്നിനും മിണ്ടാൻ പോലും വന്നില്ല, മിഴിച്ചിരിക്കാൻ അല്ലാതെ വേറൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്നർത്ഥമുള്ളൂ. ഓൾ യു നീഡ് ടു ഡു ഈസ് കീപ് ദാറ്റ് പാഷൻ ബേണിങ് ഇൻ യു ആൻഡ് നെവർ ഗീവ് അപ്പ്. എന്നിട്ട് കുറച്ച് അഡ്വൈസ് കൊടുത്തു തരുണിന് ഈ അത്ലറ്റ്. ഓൾ യു നീഡ്, നിനക്ക് ആവശ്യമുള്ളതൊക്കെ, ടു ഡു ഈസ് കീപ്, ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദാറ്റ് പാഷൻ, നിൻ്റെ ഉള്ളിലുള്ള പാഷൻ ഉണ്ടല്ലോ, പാഷൻ എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹമാണ്, അഭിനിവേശം. അത് ബേണിങ് ഇൻ യു, ബേണിങ് പറഞ്ഞാൽ കത്തുക, ജ്വലിക്കുക. നിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന
ജ്വലിക്കുന്ന ആ പാഷൻ, അമിതമായ ആഗ്രഹം, അത് സൂക്ഷിച്ചുകൊണ്ടിരിക്കണം, കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നെവർ ഗീവ് അപ്പ്, നെവർ ഒരിക്കലും ഗീവ് അപ്പ് ഉപേക്ഷിക്കുക, ഒരിക്കലും ഉപേക്ഷിക്കാനേ പാടില്ല. നിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണോ അത് ജ്വലിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, ഉപദേശിച്ചു. ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, ഹാവ് യു ജോയിൻഡ്, നീ ചേർന്നിട്ടുണ്ടോ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ, പരിശീലനം നൽകുന്ന സ്കൂളിൽ നീ ചേർന്നിട്ടുണ്ടോ? ഇത് കേട്ട തരുൺ എന്ത് ചെയ്തു? എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി തരുൺ സ്മൈൽ ടേൺ ടു ഡിസ്ട്രോട്ട്. തരുണിൻ്റെ ഇത് കേട്ട ചോദ്യം കേട്ട തരുണിൻ്റെ സ്മൈൽ, പുഞ്ചിരി, ടേൺ ടു ഡിസ്ട്രോട്ട്. ഡിസ്ട്രോട്ട് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനാവുക എന്നാണ്. പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ അവൻ ആകെപ്പാടൊരു അസ്വസ്ഥത. തരുണിൻ്റെ പുഞ്ചിരി എന്തായി മാറി? ടേൺഡ് ടു ഡിസ്ട്രോട്ട്, അസ്വസ്ഥതയായി മാറി. അതായത് ഇവൻ ആദ്യമായിട്ടാണ് ട്രെയിനിങ് സ്കൂൾ എന്നൊക്കെ പറയുന്നത്. അതും ഇവനറിയാമല്ലോ എത്തുപാടിലല്ല എന്നുള്ള കാര്യം. നേരത്തെ 2 തടസ്സങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ അവന് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അവൻ അസ്വസ്ഥനായി. അവൻ പറയുകയാണ്, എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സാർ ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. ട്രെയിനിങ് സ്കൂൾ, ഒരു പരിശീലനം കിട്ടുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ എക്സ്പെൻസീവ് അല്ലേ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയത്, ഒരുപാട് തുക ചിലവാക്കേണ്ടതല്ലേ സാർ. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്, എനിക്കാണെങ്കിൽ അൺഎംപ്ലോയി ആണ്, എന്ന് വെച്ചാൽ തൊഴിലില്ല, എനിക്ക് വലിയ ജോലി ഇല്ലാത്ത ആളല്ലേ. ഞാനുണ്ടോ ജോലിയും കൂലിയൊക്കെ ഉള്ള ആളാണോ? സെഡ് തരുൺ ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. സെഡ് തരുൺ ഫീലിംഗ് ഹാപ്പി, അവൻ അത് സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞേ, സന്തോഷം തോന്നിയത് പറഞ്ഞപ്പോഴും. എന്തുകൊണ്ടാണ്? ഹി കുഡ് ജോക്ക്, അവന് തമാശ പറയാൻ കഴിഞ്ഞത് ഓർത്തിട്ട്. ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് പറഞ്ഞാൽ സിറ്റുവേഷൻ, സാഹചര്യങ്ങളാണ്. ഇത്തരം സാഹചര്യത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ തമാശ പറയാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് അവൻ സന്തോഷം തോന്നിയെന്ന്. അതായത് ഞാൻ അൺഎംപ്ലോയി ആണല്ലോ, വളരെ ചിലവേറിയതല്ലേ എന്ന് പറഞ്ഞില്ലേ, അതിൽ അവൻ തമാശ പോലും കണ്ടു. ബട്ട് രാംനാരായണൻ സീംഡ് പ്രെറ്റി സീരിയസ്. പക്ഷേ ഇത് ചോദിച്ച രാംനാരായണൻ സീംഡ്, കാണപ്പെട്ടു, പ്രെറ്റി സീരിയസ്, ഒരല്പം ഗൗരവമുള്ള, എന്ന് പറഞ്ഞാൽ അയാൾ തമാശയ്ക്ക് പറഞ്ഞതല്ല, ഗൗരവമുള്ളവനായി കാണപ്പെട്ടു. സീരിയസ് ആയി ചോദിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ ക്യാൻ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. ഐ ക്യാൻ ട്രെയിൻ യു, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം, നിന്നെ പരിശീലിപ്പിക്കാം. ഇഫ് യു വാണ്ട്, ഇഫ് എങ്കിൽ, നീ ആഗ്രഹിക്കുന്നെങ്കിൽ. വാണ്ട് പറഞ്ഞാൽ ആഗ്രഹിക്കുക. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. ബട്ട് പക്ഷേ, ഐ ഹാവ് വൺ കണ്ടീഷൻ, എനിക്ക് ഒരു നിബന്ധനയുണ്ട്. കണ്ടീഷൻ പറഞ്ഞാൽ വ്യവസ്ഥ അല്ലെങ്കിൽ നിബന്ധന, ഒരു നിബന്ധനയുണ്ട്. ഇത് കേട്ട തരുൺ ചോദിക്കുക, വാട്ട് കണ്ടീഷൻ, എന്ത് നിബന്ധന? ഇത് കേട്ട തരുൺസ് വോയിസ്, ശബ്ദം, ഷോഡ് എ സെൻസ് ഓഫ് അർജൻസി. തരുണിൻ്റെ ശബ്ദം കാണിച്ചു, ആ ശബ്ദത്തിൽ എന്ത് കാണിച്ചു? സെൻസ് ഓഫ് അർജൻസി. സെൻസ് എന്ന് പറഞ്ഞാൽ ബോധമാണ്, അർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരത, ഒരുതരം സീരിയസ് ബോധം എന്ന് തന്നെ ഉദ്ദേശിക്കണം. അവനൊരു ഉത്കണ്ഠ, ഒരു ആകാംക്ഷയോട് കൂടി സീരിയസ് ആയിട്ട് തന്നെയാണ് ഒരു ശബ്ദം ഉണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ. എന്ത് കണ്ടീഷനാണ് ഉള്ളത്? അവന് താല്പര്യം ഉണ്ടെന്നർത്ഥം. അപ്പോൾ കണ്ടീഷൻ പറഞ്ഞു, there is a race on the children's day at the Nehru Stadium. there is a race, ഒരു ഓട്ട മത്സരം നടക്കുന്നുണ്ട്. എപ്പോൾ നടക്കുന്നുണ്ട്? on the children's day, ശിശുദിനത്തിൽ, നവംബർ 14 നടക്കുന്നുണ്ട്. എവിടെ വെച്ച്? അറ്റ് ദ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ശിശുദിനത്തിൽ ഒരു റേസ് നടക്കുന്നുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദർ. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് കോമ്പീറ്റിംഗ് ദർ. കോമ്പീറ്റിംഗ് മത്സരിക്കുന്നത്, ദർ അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ മത്സരിക്കുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ വരാമെന്നർത്ഥം. അതിലെന്ത് ചെയ്യണം? ഇഫ് യു വിൻ ദാറ്റ് റേസ്, ഇഫ് എങ്കിൽ, യു വിൻ നീ വിജയിക്കുകയാണെങ്കിൽ, വിൻ പറഞ്ഞാൽ വിജയിക്കുക, ദാറ്റ് റേസ് ആ മത്സരത്തിൽ നീ വിജയിച്ചാൽ, ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, ഞാൻ നിന്നെ പരിശീലിപ്പിക്കാൻ തുടങ്ങും. ഐ വിൽ സ്റ്റാർട്ട്, ഞാൻ തുടങ്ങും, നിന്നെ പരിശീലിപ്പിക്കാൻ തുടങ്ങാം. സെഡ് രാംനാരായണൻ സെഡ് പറഞ്ഞു. ഇത് കേട്ട തരുൺ ചിന്തിക്കുക, ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല,
ദാറ്റ് ഇസ് നോ ബിഗ് ഡീൽ. അതൊരു വലിയ കാര്യമല്ലല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ, മണിക്കൂറുകളോളം ഓടുന്നവനാണിവൻ അല്ലേ, വേഗത്തിൽ ഓടുന്നവനാണ്, ഇതൊരു വലിയ കാര്യമല്ല. തോട്ട് ചിന്തിച്ചു, തരുൺ ചിന്തിച്ചു, ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റും. ഐ വിൽ സർ, എനിക്ക് പറ്റും, ഞാനുണ്ട് സർ. ഹി ഹിയർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. ഐ വിൽ സർ, എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും സർ. ഹി ഹിയർഡ് ഹിംസെൽഫ്, അവനെ തന്നെ പറയുന്നതായി തോന്നി, അവൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നത് തോന്നി. എങ്ങനെ പറയുന്നത്? അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്നതായി തോന്നി. എങ്ങനെ തോന്നി? വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. കൺവിക്ഷൻ പറഞ്ഞാൽ ബോധ്യം, ഉറപ്പ്, പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് അവൻ പറഞ്ഞത്. അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു, എനിക്ക് പറ്റും സർ, ഞാനുണ്ട്. ഇത് കേട്ട രാംനാരായണൻ പറഞ്ഞു, ഫൈൻ ബോയ്, മിടുക്കൻ, നല്ല കുട്ടി, കൊള്ളാം. ഇറ്റ്സ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇറ്റ്സ് മൈ ജോബ്, ഇതെൻ്റെ ജോലിയാണ്. എന്ത്? രാംനാരായണൻ പറയുകയാണ് തരുണിനോട്, ടു ഗെറ്റ് യു എൻട്രി, നിന്നെ എൻട്രി വന്നാൽ പ്രവേശിപ്പിക്കുക, നിന്നെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇൻ ദ റേസ്, ഈ ഓട്ടമത്സരത്തിലേക്ക് കയറ്റുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് റിമെമ്പർ, പക്ഷേ ഓർക്കുക, യുവേഴ്സ് ടു വിൻ ഇറ്റ്, അതായത് നിൻ്റേതാണ് വിൻ, വിജയിക്കേണ്ട നീയാണ്, അതായത് ജയിച്ച് കാണിക്കേണ്ട നീയാണ്, എനിക്ക് പ്രവേശിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ടെൽ മീ വാട്ട്സ് യുവർ നെയിം, എന്നോട് പറയൂ, എന്താണ് നിൻ്റെ പേര്? എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പേര് ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? ആസ്ക് രാംനാരായണൻ. രാംനാരായണൻ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, തരുൺ കപൂർ, എൻ്റെ പേര് തരുൺ കപൂർ എന്നാണ് സർ. അപ്പോൾ അദ്ദേഹം പറയുക, തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days ടു ഗീവ് യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. ഐ വിൽ മീറ്റ് യു, ഞാൻ നിന്നെ കണ്ടുമുട്ടും. ഹിയർ, ഇവിടെ തന്നെ കണ്ടുമുട്ടാം, ഇവിടെ നമുക്ക് വീണ്ടും കാണാമെന്നർത്ഥം. പക്ഷെ എത്ര ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ? ആഫ്റ്റർ 5 days, 5 ദിവസങ്ങൾക്ക് ശേഷമേ കാണുകയുള്ളൂ. എന്തിനാ കാണുന്നതെന്നറിയോ? ടു ഗീവ് യു, നിനക്ക് നൽകാനാണ് നമുക്ക് കാണുന്നത്. നിനക്ക് എന്ത് തരണം? യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. വെറുതെ അങ്ങ് വന്ന് ഓടാൻ പറ്റില്ലല്ലോ, പാർട്ടിസിപ്പേഷൻ കാർഡ് ഉണ്ട്. ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ, പങ്കെടുക്കണമെങ്കിൽ ഒരു കാർഡ് വേണം. അപ്പോൾ ആ കാർഡ് കിട്ടാൻ വേണ്ടി നീ 5 ദിവസം വരെ വെയിറ്റ് ചെയ്യേ, 5 ദിവസം ശേഷം നീ വീണ്ടും വാ, ഞാൻ ആ കാർഡ് തരാമെന്ന്. ഓൾ ദ ബെസ്റ്റ്, എല്ലാ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞു. സെഡ് രാംനാരായണൻ ആൻഡ് ലെഫ്റ്റ്. നാരായണൻ ഇത് പറഞ്ഞിട്ട് ലെഫ്റ്റ്, വിട്ടുപോയി. അതിനർത്ഥം അവിടുന്ന് പോയി. ഇപ്പം തരുൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം, ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. On the way home, Tarun thought that if his father had not scolded him, he would not have got his opportunity. On the way home, വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്, തരുൺ ചിന്തിച്ചു, if his father had not scolded him, എങ്കിൽ, his father had not, അവൻ്റെ അച്ഛൻ, scolded എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുക. കുറച്ചു മുമ്പേ വഴക്ക് പറഞ്ഞിട്ടല്ലേ അവൻ ഓടാൻ വന്നത്. അപ്പോൾ അച്ഛൻ അവനെ കളിയാക്കിയില്ലായിരുന്നെങ്കിൽ, he would not have got, അവന് കിട്ടില്ലായിരുന്നു. this opportunity എന്ന് പറഞ്ഞാൽ അവസരം. ഇത്തരം ഒരു നല്ല ചാൻസ് കിട്ടില്ലായിരുന്നു അല്ലേ. ഇനിയിപ്പം ഒരു ഒളിമ്പിക് മെഡൽ വിന്നറെയാണ് കണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ഓഫറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നു അച്ഛന് പരിഹസിച്ചില്ലായിരുന്നെങ്കിൽ. എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന്. അങ്ങനെ ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. തൊട്ടടുത്ത ദിവസം കൊണ്ടുവന്നു, നൽകി ഒരു പുതിയ ഹോപ്പ്, പ്രതീക്ഷയുടെ പുതിയൊരു റേ എന്ന് പറഞ്ഞ പ്രകാശം, ഒരു കിരണം കൊണ്ടുവന്നു. പുതിയൊരു പ്രതീക്ഷ അവൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്നർത്ഥം. തൊട്ടടുത്ത ദിവസം തൊട്ടിട്ട് അവൻ എന്ത് ചെയ്തു? തരുൺ ഗോട്ടപ്പ് ഏർലി. എഴുന്നേറ്റു. ഏർലി, അതിരാവിലെ തന്നെ എഴുന്നേക്കും, ഏറ്റവും നേരം വെളുക്കുന്ന തന്നെ എഴുന്നേക്കും. ഹാഡ് മിൽക്ക്, എന്നിട്ട് പാൽ കുടിച്ചു. Before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ചു. അപ്പോഴേക്കും ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ്, അവൻ്റെ അമ്മ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ, എന്ത്? ഹെർ ക്വറി എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്, അന്വേഷണം.
എവിടേക്കാ, വാട്ട് ഹി വാസ് അപ് ടു, നീ എന്താണ് ചെയ്യുന്നത്, എവിടേക്കാ പോകുന്നത്, എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് അമ്മ ചോദിക്കുമല്ലോ. അങ്ങനെ അമ്മയുടെ ചോദ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ഹി റാൻ ഔട്ട്, അമ്മ ചോദിച്ച് തീർന്നിട്ട് പോലും ഇല്ല, അപ്പോഴേക്കും ഹി റാൻ ഔട്ട്, അവൻ പുറത്തേക്ക് ഓടി. ആൻഡ് വെൻറ്റ് ടു ദ നെഹ്റു സ്റ്റേഡിയം, അവൻ നേരെ സ്റ്റേഡിയത്തിലേക്കാണ് പോയി. എന്തിനു പോയി? ടു ചെക്ക്, പരിശോധിക്കാൻ വേണ്ടി പോയി, ഒന്ന് ചെക്ക് ചെയ്യണം. എന്ത് നോക്കാനാ? ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്, വിശദാംശങ്ങൾ നോക്കണം. ഈ ഓട്ട മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാ, എത്ര മീറ്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോയതാ. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്, അവൻ വളരെ സന്തുഷ്ടനായിരുന്നു. ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഒരുപാട് സന്തോഷം തോന്നി അവന്. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് വിത്ത് സീൽ, തരുൺ വാസ് സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്, അവൻ തുടങ്ങി, നല്ല പരിശീലനം തുടങ്ങി. പക്ഷെ എങ്ങനെ തുടങ്ങിയിരുന്നു? വിത്ത് സീൽ എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തോടെ, എനർജിയോടുകൂടി, നല്ല തീക്ഷ്ണതയോടുകൂടി തന്നെയാ, തീക്ഷ്ണത, ഉത്സാഹം ആണ് സീൽ. സെലസായിട്ട് അവൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning ആൻഡ് റൺ 10 miles. എവറി ഡേ, എല്ലാ ദിവസവും ഹി വുഡ് ഗെറ്റ് അപ്പ്, അവൻ എഴുന്നേൽക്കുമായിരുന്നു. എത്ര മണിക്ക് എഴുന്നേൽക്കും? അറ്റ് 4, 4 മണിക്ക് എഴുന്നേൽക്കും. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ആൻഡ് റൺ 10 miles, ഓടും, 10 മൈൽ ദൂരം ഓടും. പ്രാക്ടീസ് ചെയ്യുന്നതാണ്, അവനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇൻ ദ ഈവനിങ്സ്, വൈകുന്നേരം, 10 മൈലേ രാവിലെ ഓടുകയുള്ളൂ. വൈകുന്നേരങ്ങളിൽ, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഹി വുഡ് ടൈം ഹിംസെൽഫ്, അവൻ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും എന്നർത്ഥം കേട്ടോ, ചെലവഴിക്കുമായിരുന്നു. അവൻ തന്നെ സമയം മാറ്റി വയ്ക്കും. എന്തിന്? അക്കോർഡിംഗ് ടു ദ 1000 meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ് ബൈ ദ കോമ്പറ്റീഷൻ. അക്കോർഡിംഗ് ടു ദ പ്രകാരമുള്ളതെന്നർത്ഥം. എന്ത് പ്രകാരമുള്ളത്? 1000 meter ഡിസ്റ്റൻസ്, 1000 മീറ്റർ ദൂരമാണ് ഓടേണ്ടത്. ഏതിൽ? പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ. പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നിർദ്ദേശിച്ചിരിക്കുക. കോമ്പറ്റീഷൻ നിർദ്ദേശിക്കുന്നത്, മത്സരത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് 1000 മീറ്റർ ദൂരമാണ് ഓടേണ്ടത്. ആ ദൂരം അവൻ ഓടി തീർക്കും. വൈകുന്നേരങ്ങളിൽ അവൻ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസാണ്. 1000 മീറ്റർ ഓടാൻ പരിശീലിക്കും എല്ലാ ദിവസവും. കാരണം എന്തായിരുന്നു? ഇപ്പം അവൻ്റെ ഉള്ളിലേക്ക് ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. അവൻ ആഗ്രഹിച്ചു എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പെർഫെക്ഷനോടെ വേണം ചെയ്യാനെന്ന്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ തികഞ്ഞത്, പൂർണ്ണതയുള്ളത്, ഒരു കുറവില്ലാതെ വേണം ചെയ്യാനെന്ന് അവൻ ആഗ്രഹിച്ചു. ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ് ആൻഡ് സോ ഹി ടോൾഡ് ഹിസ് മദർ എവറിത്തിങ്. ഹി ഓൾസോ വാണ്ടഡ്. It was for the first time in his life that he was demanding such perfection in things he did, he thought. It was for the first time. ആദ്യമായിട്ടായിരുന്നു, ഇൻ ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു, ഹി വാസ് ഡിമാൻഡിങ്, അവൻ ആവശ്യപ്പെടുന്നത്, അവൻ ആഗ്രഹിക്കുന്നത് പോലും, സച്ച് പെർഫെക്ഷൻ, ഇത്തരം ഒരു തികവ്, പൂർണ്ണത പ്രതീക്ഷിക്കുന്നത്, ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു അവൻ്റെ ലൈഫിൽ. ഇൻ തിങ്സ് ഹി ഡിഡ്, അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ. അപ്പോൾ ഏത് കാര്യം ചെയ്താലും ഒരു പെർഫെക്ഷൻ വേണമെന്ന് ഇത്രയും കാലമായിട്ട് അവൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഹി തോട്ട്, അവൻ ചിന്തിച്ചു, അവൻ വിചാരിച്ചു, ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നതെന്ന്. അതോടൊപ്പം ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ് ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. ഹി ഓൾസോ വാണ്ടഡ്, അതുകൂടാതെ അവൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യമാണ് സംവൺ ടു ബാക്ക് ഹിം അപ്പ്, ആരെങ്കിലും ഒരാൾ അവനെ ബാക്ക് ഹിം അപ്പ് എന്ന് പറഞ്ഞാൽ, ബാക്ക് പറഞ്ഞാൽ പിന്തുണയ്ക്കുക, അവനെ പിന്തുണയ്ക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ആൻഡ് സോ, അതുകൊണ്ട് ഹി ടോൾഡ് എവറിത്തിങ്, എല്ലാം തുറന്നു പറഞ്ഞു. ടോൾഡ്, പറഞ്ഞു, എല്ലാം പറഞ്ഞു. ആരോട് പറഞ്ഞു? ടു ഹിസ് മദർ, അമ്മയോട് പറഞ്ഞു. എല്ലാ കാര്യവും അമ്മയോട് പറഞ്ഞു. ഈ 5 ദിവസത്തിന് ഇടയ്ക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്തു ഇവൻ? 5 ദിവസം കൊണ്ട്. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. തരുൺ പ്രാക്ടീസ് ചെയ്തത് വിഗറസ്ലി, അതായത് ഉത്സാഹത്തോടെ, തീക്ഷ്ണമായിട്ടായിരുന്നു, കഠിനമായി തന്നെ പരിശീലിച്ചു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായണൻ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി, ഉടനെ തന്നെ കണ്ടുമുട്ടി, രാംനാരായണനെ കാണാൻ വേണ്ടി രാംനാരായണനെ കണ്ടുമുട്ടി. ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്, അവൻ്റെ പങ്കാളിത്ത കാർഡ് കളക്ട് ചെയ്യണമല്ലോ, വാങ്ങിക്കണമല്ലോ. അതിന് 5 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ 5 ദിവസത്തിന് തീവ്ര പരിശീലനത്തിന് ശേഷം അവൻ വീണ്ടും കാർഡ് മേടിക്കാൻ പോയി. അദ്ദേഹത്തെ വീണ്ടും കണ്ടു.
കാർഡ് കിട്ടി കയ്യിൽ. ഹി ഗേസ്ഡ് അറ്റ് ദ പീസ് ഓഫ് പേപ്പർ. അതൊരു കഷ്ണം പേപ്പറാണ്. ആ പേപ്പറിലേക്ക് ഹി ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കി, തറപ്പിച്ചു നോക്കി. കാരണം ഓൺ വിച്ച്, ആ പേപ്പറിൽ ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിൻറ്റഡ് ബോൾഡ്ലി. അവൻ്റെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോൾഡായിട്ട് നല്ല കട്ടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവൻ്റെ പേര്. ഇറ്റ് മെൻറ്റ് സോ മച്ച് ടു ഹിം. ഇറ്റ് മെൻറ്റ് അത് അർത്ഥമാക്കി, സോ മച്ച് ടു ഹിം അത് അവന് ഒരുപാട് അർത്ഥമുണ്ടാക്കിയെന്ന്. അതായത് ലൈഫിൽ ആദ്യമായിട്ടാണ് അവൻ്റെ പേര് ഒരു പാർട്ടിസിപ്പേഷൻ കാർഡിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അവന് വേറെ ഒരു എഫേർട്ടും എടുക്കാതെ ഇങ്ങോട്ട് വന്നൊരു ചാൻസ്. ഹൗ ഓവർ ഹാർഡ്, അപ്പോൾ അവൻ്റെ മനസ്സിലൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഹൗ ഓവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റേസ് തോട്ട് ഹി. ഹൗ ഓവർ ഹാർഡ്, എത്രത്തോളം കഠിനമായിരുന്നാലും, ഈ ഓട്ടം റേസ് എത്രത്തോളം കഠിനമായിരുന്നാലും ഐ മസ്റ്റ് വിൻ, ഞാൻ തീർച്ചയായും വിജയിക്കും. ഈ കോമ്പറ്റീഷനിൽ, ഈ റേസിൽ, ഈ ഓട്ടത്തിൽ ഞാൻ തന്നെ വിജയിക്കും. തോട്ട് ഹി, അവൻ ചിന്തിച്ചു. എന്തിനാണെന്നറിയോ ചിന്തിച്ചത് ഇങ്ങനെ? ആഗ്രഹിച്ചത്, ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ ദാറ്റ് ഹി വാസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആൻഡ് ദാറ്റ് ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. ഹി വാണ്ടഡ് ടു ഷോ, അവൻ കാണിക്കാൻ ആഗ്രഹിച്ചു. ഷോ, കാണിക്കാൻ. ആരെ കാണിക്കാൻ? ഹിസ് ഫാദർ, അവൻ്റെ അച്ഛനെ കാണിക്കണം. എന്ത് കാണിക്കുക? ഹി വാസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിലെ അപമാനിക്കുന്ന ഒരാളാണ്, അപമാന കഥാപാത്രമാണ് എന്ന് ഇവൻ്റെ തന്നെ വിചാരം. അങ്ങനെ ശരിക്കും ഒരു അപമാന കഥാപാത്രമല്ല ഞാൻ ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് അച്ഛനെ കാണിക്കണം. അതോടൊപ്പം ആൻഡ് ഹീ കുഡ് ബി ഗുഡ് അറ്റ്, നല്ലവനാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന്. ഏതിൽ? സംതിങ് അറ്റ്ലീസ്റ്റ്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് നല്ല കാര്യം, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവന് കഴിയും എന്നുള്ളത് അച്ഛനെ കാണിക്കണം. അപ്പം അച്ഛനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ബ്രദറിനെ പോലെയല്ല, എനിക്കും കുറച്ച് കഴിവുണ്ടെന്ന് കാണിക്കണം. അങ്ങനെ ഇറ്റ് വാസ് 14th നവംബർ. കോമ്പറ്റീഷൻ ഡേറ്റ് എത്തി. നവംബർ 14th ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. ആ ദിവസം വന്നെത്തി. ബോയിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ, തരുൺ പെഡൽഡ് എ വേ ടു ദ സ്റ്റേഡിയം. ബോയിങ് ലോ, തല കുനിച്ചുകൊണ്ട്, ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ, അവൻ്റെ അമ്മയുടെ ബ്ലെസ്സിങ് കിട്ടാൻ, അനുഗ്രഹം കിട്ടാൻ വേണ്ടി തല കുനിച്ചു. അമ്മ ഒന്ന് കൈവച്ചിട്ട് അനുഗ്രഹിക്കണം. അങ്ങനെ തല കുനിച്ചു കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു കൊടുത്തു. ഇത് കിട്ടിയ ഉടനെ തരുൺ പെഡൽഡ് അവേ എന്ന് പറഞ്ഞാൽ ധൃതിയിൽ ഓടുക. വേഗം അവൻ ഓടിപ്പോയി. എങ്ങോട്ട്? ടു ദ സ്റ്റേഡിയം. ധൃതിയിൽ അവൻ, തിടുക്കത്തിൽ അവൻ സ്റ്റേഡിയത്തിലേക്ക് ഓടിപ്പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? ദർ വാസ് എ ഹ്യൂജ് ക്രൗഡ് വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്. ദർ വാസ് എ ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ബിഗ്, ഒരു വലിയ ക്രൗഡ് ഉണ്ടായിരുന്നു അവിടെ. ജനക്കൂട്ടം തന്നെ വെയിറ്റിംഗ്, കാത്തിരിക്കുകയായിരുന്നു. ടു ഗോ ഇൻസൈഡ്, അകത്തേക്ക് പോകാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എല്ലാ ജനക്കൂട്ടവും. അവരൊക്കെ എല്ലാവരും റേസിന് കോമ്പറ്റീഷൻ വന്നവരല്ല, അവരുടെ മക്കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നവരിപ്പോൾ സപ്പോർട്ടിന് വേണ്ടി വന്നതാണ്. പാവം തരുൺ മാത്രം ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. തരുൺ എൻറ്റേർഡ് ദ ഓഫീസ്. തരുൺ എൻറ്റേർഡ്, പ്രവേശിച്ചു, ഓഫീസിലേക്ക് പ്രവേശിച്ചു. അവിടെയാണ് എ സൈൻ ബോർഡ് റീഡ്. ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ ഒരു സൈൻ ബോർഡ്. എഴുതിയിട്ടുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ് ഓൺലി, പങ്കെടുക്കുന്നവർ മാത്രം. ഇങ്ങനെ അത് വായിച്ചിട്ട് അവൻ ഓഫീസിനകത്തേക്ക് കയറി. പക്ഷെ കയറുമ്പോൾ വിത്ത് ഹിസ് ഹേർട്ട് ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്, അവൻ്റെ ഹൃദയം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ഹൃദയം വേഗത്തിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഓരോ സെക്കൻഡിലും അവൻ്റെ ഹൃദയം ഒരുപാട് വേഗത്തിൽ സ്പന്ദിക്കുന്നുണ്ടായിരുന്നു, പേടിച്ചിട്ട്, ടെൻഷനായിട്ട്. ഇൻസൈഡ് there were about 50 participants waiting for the race to begin. ഈ ഓഫീസിൻ്റെ അകത്താണ്, ഇൻസൈഡ് ഉള്ളിലാണ്. there were about ഏകദേശം 50 participants, 50ഓളം പാർട്ടിസിപ്പൻസ്, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു വന്ന 50ഓളം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം വെയിറ്റ് ചെയ്യാണ്, കാത്തിരിക്കുകയായിരുന്നു. ഫോർ ദ റേസ് ടു ബിഗിൻ പറഞ്ഞാൽ തുടങ്ങുക. റേസ് കോമ്പറ്റീഷൻ തുടങ്ങാനായിട്ട് കാത്തിരിക്കുന്ന 50ഓളം പാർട്ടിസിപ്പൻസ്, ഇവനെ കൂടാതെ. ആ സമയത്താണ്, ഇവൻ്റെ കൂടെ വേറെ ആരുമില്ല. അപ്പോഴാണ് ഹി ഫെൽറ്റ് സംവൺ പാറ്റിംഗ് ഹിം ഓൺ ദ ഷോൾഡേഴ്സ്. ഹി ഫെൽറ്റ്, അവന് തോന്നി, സംവൺ, ആരോ ഒരാൾ, പാറ്റിംഗ് ഹിം, പാറ്റിംഗ് എന്ന് പറഞ്ഞാൽ തട്ടുക, മെല്ലെ കൊട്ടുക, തട്ടുന്ന പോലെ തോന്നി. എവിടെ തൊട്ടി? ഓൺ ദ ഷോൾഡേഴ്സ്, അവൻ്റെ തോളുകളിൽ തട്ടുന്ന പോലെ തോന്നി. എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ? ഹലോ തരുൺ,
ഹലോ തരുൺ വിളിക്കുകയാണ് തരുണിനെ. ഹലോ തരുൺ. അതാരായിരുന്നു? ഇറ്റ് വാസ് രാം നാരായണൻ. അത് രാം നാരായണൻ ആയിരുന്നു. അവനെ എൻകറേജ് ചെയ്ത. ഓൾ ദ ബെസ്റ്റ്. എന്നിട്ട് അവനെ വിഷസ് അറിയിച്ചു, എല്ലാ ആശംസകളും നേരുന്നു. ഹി സെഡ് അഫെക്ഷനേറ്റ്ലി. അഫെക്ഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ വാത്സല്യപൂർവ്വം അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനോട് തോള് തട്ടിക്കൊണ്ട് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ്. രാംനാരായണൻ പറഞ്ഞു. തരുൺ എന്തെങ്കിലും തിരിച്ച് താങ്ക്സ് പറഞ്ഞോ? ഇല്ല. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം, അദ്ദേഹത്തെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. ഡിഡ് നോട്ട് സേ, പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല, അവന് ഒന്നും വരുന്നില്ല, ടെൻഷനായിട്ടുണ്ടായിരിക്കണം. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫൂട്ട്. കാരണമുണ്ട് അവന്. ഫിയർ, പേടി അവനെ ഗ്രിപ്പ് ചെയ്തിരുന്നു. ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ പിടികൂടി, ബാധിച്ചിരുന്നു. എവിടെ മുതൽ എവിടെ വരെ പേടിയുണ്ട്? ഫ്രം ഹെഡ് ടു ഫൂട്ട്, തല മുതൽ കാൽ വരെ. അതിനർത്ഥം അവൻ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരിക്കാം. അപ്പം അത്രയും അവന് പേടി പിടികൂടി. കാരണമുണ്ട്. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസും നിരന്നു. ലൈൻഡ് അപ്പ്, ലൈനിൽ വന്നിരുന്നു. എവറി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. എവറി ഫേസ്, ഓരോരുത്തരുടെയും മുഖത്തും ഗ്ലിറ്റേർഡ്, തിളങ്ങുന്നുണ്ടായിരുന്നു. തിളങ്ങി, അവരുടെ മുഖം തിളങ്ങുമായിരുന്നു. എല്ലാവരുടെയും മുഖം തിളങ്ങി. വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ്, വിജയിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഓരോരുത്തരുടെ മുഖത്തുണ്ടായിരുന്നത്. ഈ റേസിൽ ഞങ്ങളാ വിജയിക്കുന്നതെന്നായിരുന്നു എല്ലാവരുടെ മുഖത്ത് നോക്കിയാൽ വായിച്ചെടുക്കാൻ പറ്റുക. പിന്നെ അവരുടെ ഒപ്പം തന്നെ ഈച്ച് വൺ ഓഫ് ദം, അവരിൽ ഓരോരുത്തരുടെ ഒപ്പം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു, അതുപോലെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിൻ്റെ സീറ്റുകളുണ്ടാവും, അവിടെയാണ് സ്റ്റാൻഡ്സ്. അപ്പോൾ ആ സ്റ്റാൻഡ്സിൽ ഇങ്ങനെ എല്ലാവരും ടു ചിയർ ഫോർ ഹിം. ചിയർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സന്തോഷിപ്പിക്കുക എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാനായിട്ട്, ഇവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാവരും അവരുടെ ആ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ, പാർട്ടിസിപ്പൻസിനെ, കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവരുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നുണ്ട് കൈയടിച്ചിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഓടിച്ച് നോക്കിയപ്പോഴാണ് ടു ഹിസ് അമേസ്മെൻറ്റ്, അത്ഭുതത്തോടെ, ഒരുതരം ആകാംക്ഷയോടെ ഒരു കാര്യം അവൻ കണ്ടത്. തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. ഇതേ സ്റ്റാൻഡുകളിൽ, അതായത് ഈ സീറ്റുകളിൽ ഒരു സീറ്റിൽ തരുൺ കോട്ട് സൈറ്റ്, കണ്ണുടക്കി എന്ന് പറഞ്ഞാൽ കണ്ണ് പിടികൂടി, അവൻ കണ്ടു എന്നർത്ഥമേ ഉള്ളൂ. അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ദ ഫിയർ ഇൻ ഹിസ് ഐസ്, അത്രയും നേരം അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന പേടി, ഗേവ് വേ ടു കോൺഫിഡൻസ്. അമ്മയെ കണ്ടതോടുകൂടി ഗേവ് വേ, വഴി മാറിക്കൊടുത്തു. എന്തിന്? ടു കോൺഫിഡൻസിന്, ആത്മവിശ്വാസമായി. അത്ര നേരം ഉണ്ടായിരുന്ന പേടി ഇപ്പം ഇല്ല. അമ്മയെ കണ്ടാൽ ആർക്കുമുള്ള ആത്മവിശ്വാസം അവനുണ്ടായി. ദ വിസിൽ ബ്ലൂ, വിസിൽ അടിച്ചു. ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ്. വിസിലടിച്ച ഉടനെ എല്ലാ പാർട്ടിസിപ്പൻസും സ്റ്റാർട്ടഡ് ഓഫ്, തുടങ്ങി. വിത്ത് ഓൾ ദയർ മൈറ്റ്. മൈറ്റ് എന്ന് പറഞ്ഞാൽ ശക്തി. അവരുടെ സകല ശക്തിയും എടുത്ത്, എല്ലാ പവറും എടുത്ത് അവർ ഓടിത്തുടങ്ങി. സകല ശക്തി എടുത്ത് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേ വെർ ഓൾ ഡിറ്റർമൈൻഡ് ടു ബി ദ വിന്നർ ഓഫ് ദ റേസ്. ദേ വെർ ഓൾ, അവരെല്ലാവരും ഡിറ്റർമൈൻഡ്, ദൃഢനിശ്ചയം ചെയ്തിരുന്നു. ദ വിന്നർ ഓഫ് ദ റേസ്, ഈ റേസിൻ്റെ കോമ്പറ്റീഷനിലെ മത്സരത്തിലെ വിജയി ഞാനായിരിക്കും എന്ന് ഓരോരുത്തരും ഡിറ്റർമിനേഷൻ ചെയ്തിട്ടാണ് ഓടുന്നത്. ഈ ഓടുന്നതിനോടൊപ്പം ഇൻ ദ ലീഡ്, ഏറ്റവും മുന്നിൽ, വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദ തരുൺ. ഫസ്റ്റസ്റ്റ് ദം ഓൾ തരുൺ, എല്ലാവർക്കും മുമ്പിൽ ഓടിയത്, ദം ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ ഓടിയത് തരുണായിരുന്നു. ഏറ്റവും വേഗതയുള്ളത് തരുണാണ്, മുമ്പിൽ നിൽക്കുന്ന തരുണാണ്, ലീഡ് ചെയ്യുന്ന തരുണാണ്. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് എവരിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. സീയിങ് ഹിംസെൽഫ്, അവനെ തന്നെ കണ്ടു. എഹെഡ് ഓഫ് എവരിബഡി, എഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ അവനെ തന്നെ കണ്ടപ്പോൾ, എന്ന് വെച്ചാൽ എല്ലാവർക്കും മുന്നിൽ ഞാനാണ് എന്ന് ബോധ്യം അവന് വന്നപ്പോൾ അവന് തോന്നി വെരി പ്രൗഡ്, അഭിമാനം തോന്നി. പക്ഷേ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഓൺ ദ ട്രാക്കിൽ, ഈ ഓടുന്ന ട്രാക്കിൽ ദർ വാസ് എ ഷാലോ പാത്ത്. ഷാലോ ഒരു ഇടുങ്ങിയ പാത്ത് പറഞ്ഞാൽ ഒരു വഴി എന്നാണ്. പക്ഷെ ഇവിടെ വഴിയല്ല, ചെറിയൊരു സ്റ്റമ്പ് പോലൊരു സാധനം വെക്കുന്നുണ്ട്. അപ്പോൾ അത്
മറികടന്ന് അത് ശ്രദ്ധിച്ച് വേണം ഓടാൻ, ട്രാക്ക് നോക്കി വേണം ഓടാൻ. അപ്പോൾ ആ ചെറിയൊരു സ്റ്റമ്പ് പോലെ സാധനം ഇടറി വീഴാൻ സാധ്യതയുള്ളതാണ്, അതുണ്ടായിരുന്നു. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ്, അവൻ വേഗത്തിൽ ഓടി വരുന്നതിനിടയ്ക്ക് തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ഹി സ്ലിപ്പ്ഡ്. തരുൺ ഡിഡ് നോട്ട് നോട്ടീസ്, തരുൺ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഈ ഇത് കിടക്കുന്നത് ചെറിയ സ്റ്റമ്പ് കിടക്കുന്നത് അത് ശ്രദ്ധിച്ചില്ല, ഷാലോ പാത്ത് കിടക്കുന്നത് ശ്രദ്ധിച്ചില്ല. ഹി സ്ലിപ്പ്ഡ്, അവൻ തട്ടി വീണു. വീണ ഉടനെ ബ്രത്തിങ് ഫാസ്റ്റ്, വേഗത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് ഹി സോ ദ അതർ കിഡ്സ്, ശ്വാസം ഇങ്ങനെ വേഗത്തിൽ എടുക്കുകയാണ്. ആ സമയത്ത് ഹിസോ, അവൻ കണ്ടു. ഇത്ര നേരം മുമ്പിലല്ലേ ഓടിയിരുന്നത്, അവനാ വീണ് കിടക്കുന്നത്. അപ്പം അവൻ കണ്ടു അതർ കിഡ്സ്, മറ്റു കുട്ടികളൊക്കെ ഗോയിങ് പാസ്റ്റ് ഹിം, ഇവനെ മറികടന്ന് ഓടിപ്പോയി. ഇപ്പം അവരാ മുമ്പിൽ, ഇവൻ വീണ് കിടക്കുന്നു. ഹി കുഡ് നോട്ട് ബി എ ലോസർ ടുഡേ, ഇവൻ മനസ്സിൽ നിശ്ചയിച്ചിരുന്നു. ഹി കുഡ് നോട്ട് ബി, അവന് കഴിയില്ല എന്താകാൻ, പരാജയപ്പെടാൻ. ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം മാത്രമല്ല, ഇവിടെ പരാജിതനാവുക, തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇന്ന് ഞാൻ എന്തായാലും തോറ്റു കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഹി ഗോട്ട് അപ്പ്, അവൻ എഴുന്നേറ്റു. ടു റൺ വൺസ് മോർ, ഒരിക്കൽ കൂടി അവൻ ഓടി. അടുത്ത തവണ ബീയിങ് ക്വിക്ക്, അധികം താമസിയാതെ പെട്ടെന്ന് തന്നെ വീണ്ടും തരുൺ ഓവർടൂക്ക് എ ഫ്യൂ കിഡ്സ് എഹെഡ് ഓഫ് ഹിം, അധികം താമസിയാതെ തന്നെ തരുൺ ഓവർടൂക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, മറികടന്നു. ഫ്യൂ കിഡ്സ്, കുറച്ച് കുട്ടികളെ മറികടന്നു. എഹെഡ് ഓഫ് ഹിം, അവൻ്റെ മുന്നിലുള്ള കുറച്ച് കുട്ടികളെ അവൻ മറികടന്നു. ബട്ട് ആസ് ഫെയ്റ്റ് ഹാഡ് ഇറ്റ്, ഏറ്റവും മുമ്പിൽ എല്ലാം ഇപ്പോൾ ഓടുന്നത് കുറച്ച് കുട്ടികളെ മറികടന്നിട്ടുള്ളൂ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാം തവണ പക്ഷേ ആസ് ഫെയ്റ്റ് ഹാഡ് ഇറ്റ്, വിധി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ വിധിയാണ്. ഹി സ്ലിപ്പ്ഡ് വൺസ് അഗെയിൻ, അവൻ സ്ലിപ്പ്ഡ് തെന്നി, വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി അവൻ വീണു. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം, ഇവൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ്, അവന് കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. ബിയർ എന്ന് പറഞ്ഞാൽ സഹിക്കുക, അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തു പറ്റി എനിക്ക്, രണ്ടാം തവണ വീണു. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ്, ജനക്കൂട്ടത്തേക്കൊന്ന് നോക്കി. ആൻഡ് സോ ഹിസ് മദർ, അവൻ്റെ അമ്മയെ അവൻ കണ്ടു. ഷി വാസ് സേയിങ് സംതിങ് ടു ഹിം, അവൾ പറയുകയായിരുന്നു, എന്തോ പറയണ പോലെ. സംതിങ് ടു ഹിം, ഇവനോട് എന്തോ പറയുന്നത് പോലെയാണ് അമ്മ നിൽക്കുന്നത്. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ, എഴുന്നേക്കൂ മോനെ, എഴുന്നേറ്റ് ഓടടാ എന്ന് അമ്മ എൻകറേജ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കേണ്ട താമസം തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ, എഴുന്നേറ്റു. വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി അവൻ എഴുന്നേറ്റു. അവിടെ കിടക്കാൻ അവൻ സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ അവൻ വീണ്ടും പരാജയപ്പെടാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ, ഇപ്പോൾ ഓടുന്നതിനിടയ്ക്ക് വീണത് കൊണ്ടാണ് ഹി വാസ് എമംഗ്, ഇടയിലാണ്. എമംഗ് പറഞ്ഞാൽ ഇടയിൽ. ലാസ്റ്റ് ഫ്യൂ, അവസാനത്തെ ഫ്യൂ, കുറച്ച് കുട്ടികളുടെ ഇടയിലായി ഇപ്പം നിൽക്കുന്നത്. പക്ഷേ ഹി ഡിഡ് നോട്ട് ഗീവ് അപ്പ്, അവൻ ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക. അപ്പോൾ അവൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല, വിട്ടുകൊടുത്തില്ല. കേറി. വൺസ് മോർ ഹി ഓവർടൂക്ക് സം ചിൽഡ്രൻ, ഒരിക്കൽ കൂടി കുറച്ച് കുട്ടികളെയും കൂടെ അവൻ ഓവർടേക്ക് ചെയ്തു, അതായത് മറികടന്നു. കുറച്ച് കുട്ടികളെയും കൂടെ അവൻ മറികടന്ന് മുമ്പിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച് ഹി ഫെൽ എ തേർഡ് ടൈം. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ, ഒരല്പം കൂടെ വന്നു എന്നർത്ഥം. വിധി അവന് പിന്നെയും പാളിച്ച പോലെ വന്നു എന്നർത്ഥം. അല്പം വിഷമം ഉണ്ടായിരുന്നു. ഫ്രെറ്റിംഗ് പറഞ്ഞാൽ വിഷമം അല്ലെങ്കിൽ പാളിച്ച വന്നു എന്നർത്ഥം. അപ്പോൾ സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ, അല്പം കൂടി പാളിച്ച വന്നതുകൊണ്ട്, ടു മച്ച്, അധികം കൂടി വന്നതുകൊണ്ട്, ഹി ഫെൽ, അതിൻ്റെ അശ്രദ്ധ കാരണമാണ്. ഹി ഫെൽ, അവൻ വീണു. തേർഡ് ടൈം, മൂന്നാം തവണയും ഇതേ താഴെ കിടക്കുന്നു. ടിയേഴ്സ് വെർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്, അപ്പോൾ അവനെ ഉറപ്പിച്ചു. അതുകൊണ്ട് ടിയേഴ്സ്, കണ്ണുനീരൊക്കെ റോളിംഗ് ഡൗൺ, ഒഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ ചീക്സിലൂടെ. ചീക്സ് എന്ന് പറഞ്ഞാൽ കവിളുകളിലൂടെ ഇങ്ങനെ ഒഴുകുമായിരുന്നു അവൻ്റെ കണ്ണുനീരൊക്കെ. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ, വീണ് കിടക്കുന്ന ഇവൻ ആലോചിക്കുകയാണ്. ഹൗ വിൽ, എങ്ങനെയാണ്, ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ, ഇനി എങ്ങനെയാണ് രാംനാരായണൻ്റെ ട്രെയിനിങ്ങിലേക്ക് ചേരുക, എങ്ങനെ കിട്ടും അത്. ഹൗ വിൽ ഗെറ്റ്, എങ്ങനെ കിട്ടും. ഹൗ വിൽ ഹി പ്രൂവ്, തെളിയിക്കുക, എങ്ങനെ തെളിയിക്കും.
ടു ഹിസ് പാരൻസ്, അച്ഛനും അമ്മയോടും എങ്ങനെ തെളിയിച്ച് കാണിച്ചു കൊടുക്കും ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്, അവൻ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഭ, കഴിവുള്ളവൻ. അപ്പം എനിക്ക് കഴിവുണ്ട്, പ്രതിഭയുണ്ടെന്ന് എങ്ങനെ ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഹി വാസ് ദ ലാസ്റ്റ് കിഡ്. കിഡ് മീൻസ് ചൈൽഡ്, കുട്ടി, അവസാനത്തെ കുട്ടിയാണ് ഇവൻ. ആ ട്രാക്കിൽ ഓടുന്ന അവസാനത്തെ കുട്ടി. ഇങ്ങനെ കിടക്കുന്ന ഇവൻ, ഹി ടേൺഡ് ഹിസ് ഐസ് ടുവേർഡ്സ് ദ സ്റ്റാൻഡ്സ്. ഹി ടേൺഡ്, അവൻ തിരിഞ്ഞു നോക്കി, ഇങ്ങനെ തിരിച്ചു, അവൻ്റെ കണ്ണുകളൊന്ന് തിരിച്ചു. ഏത് നേർക്ക്? ടുവേർഡ്സ് ദ സ്റ്റാൻഡ്സ്, സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് അവൻ്റെ കണ്ണുകളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ദെൻ ഹി ഹിയേർഡ്, അപ്പോൾ അവൻ കേട്ടു, റാം നാരായണൻ സ്ക്രീമിങ്. സ്ക്രീമിങ് എന്ന് പറഞ്ഞാൽ നിലവിളി, അലർച്ച. രാം നാരായണൻ അലർന്നത് കേട്ടു. ഫ്രം സംവെയർ, എവിടെയോ നിന്നോട്ട് രാംനാരായണൻ അലറുന്നത് കേട്ടു. എന്താ അദ്ദേഹം അലറി വിളിക്കുന്നത്? കം ഓൺ തരുൺ റൺ, എഴുന്നേക്കടാ തരുൺ, എഴുന്നേറ്റ് ഓട് എന്ന രീതിയിൽ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. കം ഓൺ. ആൻഡ് സോ, അതുകൊണ്ട് ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം, വീണ്ടും അവൻ വിധിയെ തോൽപ്പിക്കാൻ പോവുകയാണ്. ഹി ഗോട്ട് അപ്പ്, അവൻ എഴുന്നേറ്റു. മൂന്നാം തവണയും അവൻ എഴുന്നേറ്റു. ദിസ് 12-year-old determined boy who was last on the track got up and ran with all the strength he had. This 12-year-old determined boy, ഈ 12 വയസ്സുള്ള ആൺകുട്ടി, അവൻ്റെ പ്രത്യേകത ഡിറ്റർമൈൻഡ് ബോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൃഢനിശ്ചയമുള്ള ഈ ഒരു ആൺകുട്ടി ഇപ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു? ഹു വാസ് ലാസ്റ്റ് ഓൺ ദ ട്രാക്ക്, ട്രാക്കിലെ അവസാനത്തെ വ്യക്തി എന്ന നിലയ്ക്ക് ഈ കിടക്കുന്ന ഇവൻ ഗോട്ട് അപ്പ്, എഴുന്നേറ്റു. ആൻഡ് റാൻ, ഓടി. ഓൾ ദ സ്ട്രെങ്ത് ഹി ഹാഡ്, അവനുണ്ടായിരുന്ന സകല ശക്തി എടുത്ത് അവൻ ഓടി. പക്ഷെ ഇപ്പോഴേക്കും മത്സരം കഴിഞ്ഞു. ദ ക്രൗഡ് വാസ് ചിയറിങ് ഫോർ പവൻ, ദ ബോയ് ഹൂ ഹാഡ് വൺ ദ റേസ്. പക്ഷെ അവൻ ഓടിയപ്പോഴത്തേക്കും കോമ്പറ്റീഷൻ കഴിഞ്ഞിരുന്നു, വിജയിയും പ്രഖ്യാപിച്ചിരുന്നു. ക്രൗഡ്, ജനക്കൂട്ടം, വാസ് ചിയറിങ്. ചിയറിങ് നമുക്ക് നേരത്തെ കണ്ടതാണ്, പ്രോത്സാഹിപ്പിക്കുക എന്നാണ്, സന്തോഷിപ്പിക്കുകയല്ല. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പവനാണ് ആര്? ദ ബോയ് ഹൂ ഹാഡ് വൺ ദ റേസ്. ആ കുട്ടിയായിരുന്നു വിജയിച്ചവൻ. കോമ്പറ്റീഷനിൽ വിജയിച്ചത് പവനായിരുന്നു. ശരിക്കും ഇവൻ വീണില്ലായിരുന്നെങ്കിൽ നമ്മുടെ തരുണിന് എപ്പോഴേ കിട്ടിയേനെ അല്ലേ? പക്ഷേ എല്ലാവരും പവന് ആദ്യം കൈയടിച്ചെങ്കിലും ടു തരുൺ സർപ്രൈസ്, തരുണൊരു അത്ഭുതം എന്നോണം ദർ വാസ് എ ലൗഡർ അപ്ലോസ്, ഒരു ലൗഡർ, ഉച്ചത്തിലുള്ള അപ്ലോസ്, കയ്യടി അവൻ കേട്ടു. എപ്പോൾ കേട്ടു? വെൻ ഹി ക്രോസ് ദ ഫിനിഷിംഗ് ലൈൻ ലാസ്റ്റ്, അവൻ ക്രോസ് ചെയ്തു, മറികടന്നപ്പോൾ, ഫിനിഷിംഗ് ലൈൻ, അവസാനത്തെ ഫിനിഷിംഗ് ലൈൻ പൂർത്തിയാക്കിയപ്പോൾ, ഓട്ടവൻ പൂർത്തിയാക്കി, ട്രാക്കിലൂടെ വരുന്ന അവസാനത്തെ അവൻ ഫിനിഷിംഗ് ലൈനിലെത്തി. ആ ലൈൻ അവൻ പൂർത്തിയാക്കിയപ്പോൾ എല്ലാവരും കൂടെ കൈയടിക്കുന്നത് അവൻ കേട്ടു. ഓഡിയൻസ് മൊത്തം കൈയടിച്ചു. ദ ഓഡിയൻസ് ചിയേർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിസ് വാലർ ഫോർ നെവർ ഗിവിങ് അപ്പ്. ഓഡിയൻസ് ചിയേർഡ്, ഈ സദസ്സ് അവനെ പ്രോത്സാഹിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ, അവൻ്റെ ദൃഢനിശ്ചയത്തിനും, ആൻഡ് ഹിസ് വാലർ എന്ന് വെച്ചാൽ ധൈര്യം, ഫോർ നെവർ ഗിവിങ് അപ്പ്, ഒരിക്കലും ഗിവിങ് അപ്പ്, ഉപേക്ഷിച്ച് കളയുക. അപ്പോൾ ഒരിക്കലും വിട്ടുകൊടുക്കാത്തതിന്, ഉപേക്ഷിക്കാത്തതിന് അവൻ വീണ് പോയെങ്കിലും എഴുന്നേറ്റ് ഓടി. 3 തവണ എഴുന്നേറ്റ് ഓടി. 3 തവണ ഫിനിഷിംഗ് ലൈൻ അവൻ പാസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം അവൻ്റെ ഡിറ്റർമിനേഷൻ, വാലർ, ധൈര്യം, ധീരത, അതെല്ലാം ഉള്ളത് കൊണ്ട് സദസ്സ് അവനെ അഭിനന്ദിച്ചു. എല്ലാവരും കൂടെ കൈയടിച്ചു. ഹി ബോഡ് ഹിസ് ഹെഡ് വിത്ത് ഷെയിം, പക്ഷെ അവന് നാണക്കേടുണ്ട്. ഹി ബോഡ്, അവൻ ഹിസ് ഹെഡ്, അവന് തല കുനിച്ചു. ബോഡ് പറഞ്ഞാൽ കുനിച്ചു. വിത്ത് ഷെയിം, നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞ് നിൽക്കുന്നു. ആ സമയത്ത് രാംനാരായണൻ നിൽക്കുന്നുണ്ട് അടുത്ത്. ആൻസർ ടു രാംനാരായണൻ, അദ്ദേഹത്തോട് പറഞ്ഞു, ഐ ആം സോറി സർ, ഐ ലോസ്റ്റ്. ഞാൻ അവൻ വിഷമത്തിൽ പറയുക, എന്നോട് ക്ഷമിക്കണം സാർ, എനിക്ക് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു, എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം, തോറ്റു എന്നർത്ഥം. അപ്പോൾ രാംനാരായണൻ പറയുക, നോ സൺ, ഇല്ല മോനെ, ടു മീ, എന്നെ സംബന്ധിച്ച് യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, നീയാണ് വിജയി. ദ ടഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമേറിയ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു റേസ്, കോമ്പറ്റീഷൻ, മത്സരം നീയാണ് വിജയിച്ചവൻ. ദ റേസ് ഓഫ് യുവർ ലൈഫ്, ജീവിതം എന്ന മത്സരത്തിൽ നീയാണ് വിജയിച്ചത്. യു ഗോട്ട് അപ്പ്, നീ എഴുന്നേറ്റു. ആൻഡ് സ്റ്റാർട്ടഡ് എ ഫ്രഷ്,
നീ ഉത്സാഹത്തോടു കൂടി തന്നെയാണ്, എനർജിയോട് കൂടി തന്നെ നീ വീണ്ടും തുടങ്ങി. ഈച്ച് ടൈം യു ഫെൽ, ഓരോ സമയത്തും യു ഫെൽ, നീ വീണ ഓരോ ടൈമിലും നീ തന്നെ എഴുന്നേറ്റ് നീ തന്നെ ഓടിയില്ലേ, ആ ഒരു എനർജി നിൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ നീ ഏറ്റവും ടഫസ്റ്റ് റേസ് നീ ജയിച്ചിരിക്കുന്നു. യു ആർ ദ റിയൽ ലൈഫ് ഹീറോ. നീയാണ് ശരിക്കും യഥാർത്ഥ ജീവിതത്തിലെ ഹീറോ. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നിൻ്റെ ട്രെയിനിങ്, നിനക്ക് കിട്ടാനുള്ള പരിശീലനം നമുക്ക് നാളെ തന്നെ തുടങ്ങാം. ഇത് കേട്ട തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. തരുണിന് അവൻ്റെ കുഡ് നോട്ട് ബിലീവ്, അതായത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹിസ് ഇയേഴ്സ്, അവൻ്റെ കാതുകളെ, അവൻ്റെ ചെവി എന്ന് വെച്ചാൽ കേട്ടത് സത്യമാണെന്ന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് എഗെയിൻ. ടിയേഴ്സ്, കണ്ണുനീരൊക്കെ അവൻ്റെ കണ്ണുകളിൽ അങ്ങോട്ട് ഫിൽഡ്, നിറഞ്ഞു. എഗെയിൻ, വീണ്ടും നിറഞ്ഞു. ഹി സ്മൈൽഡ് അറ്റ് ഹിസ് മദർ. അവൻ്റെ അമ്മയെ നോക്കി അവനൊന്ന് സ്മൈൽ, പുഞ്ചിരിച്ചു. ഈ അമ്മ ഓടി വന്നവനെ ഹു ഹഗ്ഡ് ഹിം, അവനെ കെട്ടിപ്പിടിച്ചിരുന്നു. ഹഗ് എന്നാൽ എംബ്രേസ് ചെയ്യുക, കെട്ടിപ്പിടിച്ചു. ആൻസെഡ്, എന്നിട്ട് അമ്മ പറഞ്ഞു, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. ഏത് മക്കളും ആഗ്രഹിക്കുന്ന പോലെ ഈ മകൻ ആ വാക്ക് കേട്ടു. യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മികച്ച മകൻ നീയാണ്. നമ്മുടെ കഥ ഇവിടെ പൂർത്തിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.